विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो आज हम हमारी तीसरी इकाई शुरू करने जा रहे हैं। इस इकाई में हमारा पहला पाठ एक कविता है। कविता का नाम है अकाल और उसके बाद। कवि का नाम है नागार्जुन। അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് അകാൽ और उसके बाद. കവിയുടെ പേര് नागार्जुन. तो ये अकाल का मतलब क्या है? अकाल का मतलब है ക്ഷാമം, ഫാമിൻ. അകാൽ और उसके बाद എന്ന് പറഞ്ഞാലോ ക്ഷാമവും അതിന് ശേഷവും. അപ്പോൾ കവിതയുടെ പേരാണ് ക്ഷാമവും അതിനുശേഷവും, अकाल और उसके बाद. यह एक छोटी कविता है. इस कविता के सिर्फ 8 पंक्तियां हैं. ഇത് വളരെ ചെറിയൊരു കവിതയാണ്, വെറും 8 വരി മാത്രമുള്ള ഒരു കവിത. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയൊന്ന് നോക്കാം. കൈ ദിനോ തക് ചൂल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. അപ്പോൾ ഇത്രയേ ഉള്ളൂ കവിത. നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ ഒന്ന് നോക്കാം. കൈ ദിനോ തക് ചൂल्हा रोया चक्की रही उदास. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. ചക്കി എന്ന് പറഞ്ഞാൽ തിരികല്ല്. അതിൻ്റെ പടം നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ കാണാം. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഗോതമ്പൊക്കെ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഇവിടെ ഇതങ്ങനെ കാണാറില്ല. അതിനാണ് ചക്കി എന്ന് പറയുന്നത്. കൈ ദിനോത്തക് ചൂൽഹ റോയ. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ്. ചൂൽഹ റോയ, റോയ എന്ന് പറഞ്ഞാൽ എന്താണ്? കരഞ്ഞു. കുറേ ദിവസം. കൈ ദിനോത്തക് എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായി എന്ത് ചെയ്തു? അടുപ്പ് കരഞ്ഞു. ചക്കി ഉദാസ് രഹി. ചക്കി രഹി ഉദാസ് എന്ന് പറഞ്ഞാൽ ചക്കി ഉദാസ് രഹി. ചക്കി ബഹുത് ദുഃഖി थी. അപ്പം നിങ്ങൾ നോക്കിയാൽ എന്താണ് ഇവിടെ പറയുന്നത്? കൈ ദിനോത്തക് ചൂൽഹ റോയ. കുറേ ദിവസങ്ങൾ ആയി അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുപ്പിലൊന്നും കത്തിക്കുന്നില്ല. അടുപ്പിന് ഭയങ്കര വിഷമമാണ്, അടുപ്പിന് സങ്കടമാണ്, അതുകൊണ്ട് അടുപ്പ് കരയുന്നു. എന്തുകൊണ്ടായിരിക്കാം അടുപ്പ് കരയുന്നത്? കുറേ ദിവസങ്ങളായി അടുപ്പ് കത്തിക്കുന്നില്ല. കാരണം അടുപ്പ് എന്തിനാണ് കത്തിക്കുന്നത്? നമ്മളെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യാനാണ്, അല്ലേ? ഖാന പക്കാനെ കെ ലിയെ ഹി ചൂൽഹ ജലാത്തെ ഹെ, ലേക്കിൻ ദാന നഹി ഹെ തോ ചൂൽഹ ക്യോ ജലായെ, അല്ലേ? ധാന്യങ്ങളില്ലെങ്കിൽ പിന്നെ അടുപ്പ് കത്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചക്കി കി ഹാലത് ബി ऐसी ही है. ചക്കിയുടെ അവസ്ഥ അത് തന്നെയാണ്, അല്ലേ? തിരികല്ലും അങ്ങനെ തന്നെയാണ്. ധാന്യങ്ങളില്ലെങ്കിൽ പിന്നെ തിരികല്ലിന് ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പോൾ തിരികല്ല് ദുഃഖിതയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തിരികല്ലും ആരും ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇൻ സബ് കാ കാരൺ ക്യാ ഹൈ? അകാൽ ഹൈ. മനസ്സിലായില്ലേ? ഇനി അടുത്ത വരി നോക്കിയേ. കൈ ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറേ ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യാണ്? കാനി കുത്തിയ. കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള
പെൺപട്ടി എന്നാണ് അർത്ഥം. കുത്താന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ആൺപട്ടിക്കാണ് കുത്താന്ന് പറയുന്നത്. കുത്തിയ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡോഗാണ്, പെൺപട്ടിയാണ്. കുറേ ദിവസങ്ങളായി ഈ പെൺപട്ടി എന്ത് ചെയ്യുന്നു? ഇൻകെ പാസ് സോ രഹി ഹെ. കുറേ ദിവസങ്ങളായി ഈ അടുപ്പിൻ്റെയും ആട്ടുകലിൻ്റെയും അടുത്ത് കിടന്നുറങ്ങുകയാണ്. ക്യോ? കുച്ച് ഖാനെ കെ ലിയെ മിൽനെ കി പ്രതീക്ഷാമേ. എന്തെങ്കിലും ഭക്ഷിക്കാൻ വേണ്ടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവളവിടെ കിടന്ന് ഉറങ്ങുകയാണ് കുറേ ദിവസങ്ങളായി. ഇനി കൈ ദിനോ തക് ലഗി ഭീത്ത് പർ ഛിപ്കലിയോ കി ഗസ്ത്. കുറേ ദിവസങ്ങളായി ഭീത്ത് പർ, ഭീത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തിയാണ്. ഭിത്തിയിൽ എന്താ സംഭവിക്കുന്നത്? ഛിപ്കലിയോ കി ഗസ്ത്. ഛിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലിയാണ്, പല്ലി. അപ്പോൾ എന്താണ് ഈ ഗസ്ത്? ഗസ്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനാണ് ഗസ്ത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ ഒരു ഒറ്റവാക്ക് പറയും, ഉലാത്തുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ നടത്തത്തിനാണ് ഉലാത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ദിവസങ്ങളായി പല്ലികൾ ഭിത്തിയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ കാര്യം? പല്ലികൾക്കൊന്നും ഭക്ഷിക്കാൻ കിട്ടുന്നില്ല. ക്ഷാമം കാരണം ഈ വീട്ടിൽ വിളക്കൊന്നും കത്തിക്കുന്നില്ല. വിളക്ക് കത്തിച്ചാൽ അതിൻ്റെ പ്രകാശത്തിൽ വരുന്ന പ്രാണികളെയാണ് ആര് തിന്നുന്നത്? പല്ലികൾ തിന്നുന്നത്. അപ്പം വിളക്കൊന്നും കത്തിക്കാത്തത് കൊണ്ട് പല്ലികൾക്കും എന്ത് കിട്ടുന്നില്ല? ഭക്ഷണം കിട്ടുന്നില്ല. ഇനി കൈ ദിനോ തക് ചൂഹോ കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്. കുറേ ദിവസങ്ങളായി ചൂഹ, ചൂഹ എന്ന് പറഞ്ഞാൽ എന്താ? എലി. എലികളുടെയും ഹാലത്ത്, ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ. ശിക്കസ്ത്, ശിക്കസ്ത് എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ്. അപ്പം കുറേ ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും ആകെ പരാജയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എലികൾ എന്താ ഭക്ഷിക്കുന്നത്? നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ധാന്യങ്ങളില്ലാതായതോടെ എലികളുടെ അവസ്ഥയും ആകെ പരാജയമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഈ 4 ലൈനിൽ നാഗാർജുൻ ഈ ക്ഷാമകാലത്തിൻ്റെ ഒരു സ്ഥിതിയാണ് നമ്മളെ വരച്ച് കാണിക്കുന്നത്. ഈ വരികളിൽ എവിടെയും മനുഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ കവി ഇവിടെ മറ്റ് ജീവജാലങ്ങളിലൂടെ ക്ഷാമത്തിനെ ഇവിടെ വർണ്ണിക്കുന്നത് എന്തിനാണ്? യേ ബതാനെ കെ ലിയെ कि अकाल का प्रभाव सिर्फ मनुष्य पर ही नहीं बल्कि अन्य जीव जंतुओं पर भी पड़ता है. ഈ ക്ഷാമത്തിൻ്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവികളെയും ബാധിക്കുന്നു എന്നാണ് കവി ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത 4 ലൈനൊന്ന് നോക്കാം. दाने आए घर के अंदर कई दिनों के बाद. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം. അപ്പോൾ ദാനെ ധാന്യങ്ങൾ, ധാനെ ആയെ, ദാനെ ആയെ ധാന്യങ്ങൾ വന്നു. ഘർ കെ അന്തർ, ഘർ കെ അന്തർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ. കൈ ദിനോ കെ ബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം. ആദ്യത്തെ 4 ലൈനിൽ കൈ ദിനോ തക് എന്നായിരുന്നു, കുറേ ദിവസങ്ങളായി അല്ലേ. ഇവിടെയോ കൈ ദിനോ കെ ബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം. കൈ ദിനോ കെ ബാദ് ക്യാ ഹുവാ ഹെ? ഘർ കെ അന്തർ ദാനെ ആയെ ഹെ, വീട്ടിനുള്ളിൽ ധാന്യങ്ങളെത്തി. ധുവാ ഉഠാ ആംഗൻ സെ ഊപ്പർ. ധുവാ മത്ലബ് പുക. ധുവാ എന്ന് പറഞ്ഞാൽ പുകയാണ്. പുക ഉയർന്നു. ആംഗൻ സെ ഊപ്പർ, ആംഗൻ സെ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുറ്റത്തിന് മുകളിൽ. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റമാണ്. മുറ്റത്തിന് മുകളിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുക ഉയർന്നു. അപ്പോൾ എന്താണത്? അടുപ്പ് കത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പുകയുണ്ടാകുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം മുറ്റത്തിന് മുകളിൽ പുക ഉയർന്നിരിക്കുന്നു. ചമക് ഉടി ഘർ ഭർ കി ആംഖേ കൈ ദിനോ കെ ബാദ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ചമക് ഉടി, ചമക് ഉടന എന്ന് പറഞ്ഞാൽ തിളങ്ങുക, പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥം. എന്താണ് തിളങ്ങുന്നത്? ഘർ ഭർ കി ആംഖേ, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി കുറേ ദിവസത്തിന് ശേഷം. മനസ്സിലായില്ലേ? ധാന്യമൊക്കെ വന്ന് വീട്ടിൽ അടുപ്പ് പുകയാൻ തുടങ്ങിയപ്പോൾ വീട്ടിലുള്ളവരുടെ കണ്ണുകളിൽ ഒരു സന്തോഷത്തിൻ്റെ തിളക്കം. ഓക്കെ, ഇനി നോക്കിയേ. കൗവേനെ ഖുജ്ലായി പാഖേ കൈ ദിനോ കെ ബാദ്. കൗവ എന്ന് പറഞ്ഞാൽ കാക്കയാണ്. ഖുജ്ലാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊറിയുക എന്നർത്ഥം. പാഖേ ചിറകുകൾ, കാക്ക തൻ്റെ ചിറകുകൾ
ചൊറിയാൻ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ ഈ പക്ഷികളൊക്കെ കൊക്കുകൊണ്ട് ഇങ്ങനെ ഈ തൂവലിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ചീകുന്ന പോലെ കാണിക്കുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കൗവേനെ ഖുജിലായി പാങ്കെ, കാക്ക തൻ്റെ ചിറകുകൾക്കിടയിൽ ചൊറിയാൻ തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം. കൈ ദിനോക്കെ ബാദ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കവിത. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇസ് കവിതാക്ക് പെഹലി 4 പങ്ക്തിയാ, ഈ കവിതയുടെ ആദ്യത്തെ 4 വരികൾ അകാൽ കെ ബാരെ മെ ഹെ, ക്ഷാമത്തെ പറ്റിയാണ്. और आखिरी 4 പങ്ക്തിയാ, അവസാനത്തെ 4 വരികൾ അകാൽ കെ ബാദ് കെ ബാരെ മെ ഹെ, ക്ഷാമത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയാണ്. तो इस कविता के द्वारा कवि हमें ये याद दिलाते हैं कि अकाल का प्रभाव सिर्फ मनुष्य पर ही नहीं बल्कि अन्य जीव जंतुओं पर भी पड़ता है. ഈ ക്ഷാമത്തിൻ്റെ പ്രഭാവം മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവികളെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ അകാൽ ഹമേശ കെ ലിയെ നഹീ രഹത, ഈ ക്ഷാമം എന്നേക്കും നിലനിൽക്കുന്നില്ല. അകാൽ കിസി ന കിസി ദിൻ ഖത്തം തോ ഹോഗ, ഏതെങ്കിലും ഒരു ദിവസം അത് തീരും. ഉസ്കെ ബാദ് അച്ഛേ ദിൻ ഫിർ സെ വാപ്പസ് ആയെങ്കിൽ, അതിനുശേഷം നല്ല ദിനങ്ങൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഈ കവിതയിലൂടെ കവി നമ്മളോട് പറയുന്നത്, ഇല്ലേ? ഇപ്പോൾ കൊറോണയുടെ ഈ പിടിയിൽ അമർന്നിരിക്കുന്ന നമ്മളും ഇതുപോലെ പ്രതീക്ഷയുള്ളവരായിരിക്കുക. ഈ ദുരിതകാലവും കഴിഞ്ഞു പോകും, നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ജീവിത രീതികളിലേക്ക് ഒരു ദിവസം മടങ്ങി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കവിത അകാൽ ഓർ ഉസ്കെ ബാദ്. അപ്പോൾ നിങ്ങൾ ഈ കവിത നന്നായിട്ട് വായിക്കുക, വളരെ എളുപ്പമുള്ള കവിതയാണ്. 1-2 ചെറിയ വാക്കുകളേ ഉള്ളൂ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. എല്ലാവരും ഈ കവിത വായിച്ച് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തരണം. നോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങളതൊക്കെ എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. ओके, तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.